Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ ക്രിട്ടിക്കൽ സിസ്റ്റംസും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ക്രിട്ടിക്കൽ സിസ്റ്റംസ്? സപ്പോസ് ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഒരു കാറ്റസ്ട്രോഫിക് ഔട്ട്കം ലൈക്ക് ഒരു ലോസ് ഓഫ് ലൈഫ് ആവാം, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലോസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഡാമേജ് ആവാം, അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി തന്നെ ത്രെട്ട് ചെയ്യുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു കാറ്റസ്ട്രോഫിക് ഔട്ട്കം ആണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റംസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഡിഫൈൻ ചെയ്യുക എന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ക്രിട്ടിക്കൽ സിസ്റ്റംസ് സ്പെസിഫിക്കേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സിസ്റ്റംസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഹൈ സ്റ്റേക്ക് എൻവയോൺമെന്റ്സിലാണ്, ലൈക്ക് ഹെൽത്ത് കെയർ, ന്യൂക്ലിയർ പവർ, ഫിനാൻസ്, എയ്റോസ്പേസ് അങ്ങനെയുള്ളത്. ഈ എൻവയോൺമെന്റ്സിലൊക്കെ റിലയബിലിറ്റി, സേഫ്റ്റി, കംപ്ലയൻസ് ഇതൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് നമുക്ക് ക്രിട്ടിക്കൽ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. മെയിനായിട്ട് റിലയബിലിറ്റി, സേഫ്റ്റി, സെക്യൂരിറ്റി, റെസിലിയൻസ് ആൻഡ് ഫൈനലി റിയൽ ടൈം റെസ്പോൺസീവ്നെസ്. ഓക്കെ, ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യണം, അതും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ സിസ്റ്റം അതിന്റെ യൂസേഴ്സിനോ ഓപ്പറേറ്റേഴ്സിനോ അല്ലെങ്കിൽ എൻവയോൺമെന്റിനോ ഒന്നും ഒരു ഹാം ഉണ്ടാക്കാൻ പാടില്ല, അതിനെ പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. ഓക്കെ, ദെൻ സെക്യൂരിറ്റി ക്രിട്ടിക്കൽ സിസ്റ്റം ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് അല്ലെങ്കിൽ ഡേറ്റ ബ്രീച്ചസ് അല്ലെങ്കിൽ മെലീഷ്യസ് അറ്റാക്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെ എഗെയിൻസ്റ്റ് നമുക്ക് സ്ട്രോങ് പ്രൊട്ടക്ഷൻ ഈ സിസ്റ്റംസിൽ ഉണ്ടായിരിക്കണം. ദെൻ റെസിലിയൻസ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിലും അതിന്ന് നല്ല രീതിക്ക് റിക്കവർ ആവാനായിട്ട് പറ്റണം സിസ്റ്റത്തിന്. ദെൻ നമ്മൾ റിക്കവർ ആയി കഴിഞ്ഞതിന് വെച്ചാൽ എങ്ങനെയാണോ അത് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും വേണം. അതാണ് റെസിലിയൻസ്. ഫൈനലി റിയൽ ടൈം റെസ്പോൺസീവ്നെസ്. മിക്കവാറും ക്രിട്ടിക്കൽ സിസ്റ്റംസ് ഒക്കെ തന്നെയും റിയൽ ടൈം അല്ലെങ്കിൽ നിയർ ടു റിയൽ ടൈം റെസ്പോൺസസ് വേണ്ട സിസ്റ്റംസ് ആയിരിക്കും. ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് കൺസ്ട്രെയിൻസും ഉണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ മീനിങ് ക്രിട്ടിക്കൽ സിസ്റ്റംസും റിയൽ ടൈം സിസ്റ്റംസും സെയിം ആണ് എന്നല്ല. ഓക്കെ, രണ്ടും ഡിഫറെന്റ് ആണ്. ഈ ക്രിട്ടിക്കൽ സിസ്റ്റംസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്ന് മാത്രമാണ് റിയൽ ടൈം റെസ്പോൺസീവ്നെസ്. മിക്കവാറും എല്ലാ ക്രിട്ടിക്കൽ സിസ്റ്റംസും കൈൻഡ് ഓഫ് റിയൽ ടൈം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് കൺസ്ട്രെയിൻ ഉള്ള സിസ്റ്റംസ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ക്രിട്ടിക്കൽ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. Now let's check the types of critical systems. 4 തരത്തിലുള്ളതാണ് വരുന്നത്. സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റംസ്, മിഷൻ ക്രിട്ടിക്കൽ സിസ്റ്റംസ്, ബിസിനസ് ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആൻഡ് സെക്യൂരിറ്റി ക്രിട്ടിക്കൽ സിസ്റ്റംസ്. സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ജീവന് തന്നെ ആപത്ത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ഹാം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സിസ്റ്റംസിനെയാണ് നമ്മൾ സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ഡിവൈസസ് ലൈക്ക് പേസ് മേക്കേഴ്സ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടർ കൺട്രോൾസ്, എയർക്രാഫ്റ്റ് നാവിഗേഷൻ സിസ്റ്റംസ്, ഇതൊക്കെ സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആണ്. ദെൻ മിഷൻ ക്രിട്ടിക്കൽ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഫെയിൽ ആവുകയാണെങ്കിൽ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരിക, അതാണ് മിഷൻ ക്രിട്ടിക്കൽ സിസ്റ്റംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്പേസ് ക്രാഫ്റ്റ് സിസ്റ്റംസ്, മിലിറ്ററി കമാൻഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസ് സിസ്റ്റംസ്, ഇതൊക്കെ മിഷൻ ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആണ്. ദെൻ വരുന്നത് ബിസിനസ് ക്രിട്ടിക്കൽ സിസ്റ്റംസ്. അതായത് സപ്പോസ് ഒരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ബിസിനസ് ഡിസ്ട്രപ്ഷൻ, അതും അല്ലെങ്കിൽ റെപ്യൂട്ടേഷന് ഡാമേജ് ഉണ്ടാവുക, അത്തരത്തിലുള്ള സിസ്റ്റംസിനെയാണ് നമ്മൾ ബിസിനസ് ക്രിട്ടിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ സിസ്റ്റംസ് ഒക്കെ തന്നെയും ബിസിനസ് ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആണ്. സ്റ്റോക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ്, അതുപോലെ ഫിനാൻഷ്യൽ ഡേറ്റ സിസ്റ്റംസ്, അതൊക്കെ ബിസിനസ് ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആണ്. ഒരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞിട്ട് വെച്ചാൽ സിവിയർ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം, ബിസിനസ് ഡിസ്ട്രപ്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ റെപ്യൂട്ടേഷന് ഡാമേജ് തന്നെ ഉണ്ടാവാം. ഫൈനൽ വൺ സെക്യൂരിറ്റി ക്രിട്ടിക്കൽ സിസ്റ്റംസ്. അതായത് ഒരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞിട്ട് വെച്ചാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ അസറ്റ്സ് കോംപ്രമൈസ് ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് സെക്യൂരിറ്റി ക്രിട്ടിക്കൽ സിസ്റ്റംസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഡേറ്റ സിസ്റ്റംസ് ഒക്കെ സെക്യൂരിറ്റി ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആണ്. സൈബർ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ എൻക്രിപ്ഷൻ കീ മാനേജ്മെന്റ് സിസ്റ്റംസ്, അതൊക്കെ സെക്യൂരിറ്റി ക്രിട്ടിക്കൽ സിസ്റ്റംസിൽ വിടും.
ഇതൊക്കെയാണ് ഈ 4 എണ്ണമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ സിസ്റ്റംസ്. ഇപ്പം നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സും ടൈപ്സും മനസ്സിലായ സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ സ്പെസിഫിക്കേഷൻസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, റിക്വയർമെന്റ്സ് എലിസിറ്റേഷൻ. ക്ലിയർ ആയിട്ട്, പ്രിസൈസ് ആയിട്ട്, കോംപ്രഹെൻസീവ് ആയിട്ട് റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യുക. ആരുടെ പക്കൽ നിന്ന്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പക്കൽ നിന്ന്. പ്രത്യേകിച്ചും എന്തെങ്കിലും സേഫ്റ്റി കൺസേൺസോ സെക്യൂരിറ്റി കൺസേൺസോ പെർഫോമൻസ് കൺസേൺസോ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തണം റിക്വയർമെന്റ്സിനകത്ത്. ഇന്റർവ്യൂസ് നടത്താം, ഒബ്സർവേഷൻ ആവാം, ഡോക്യുമെന്റ് അനാലിസിസ് ആവാം, പ്രോട്ടോടൈപ്പിംഗ് ആവാം. അങ്ങനെ നമുക്ക് ക്രിട്ടിക്കൽ നീഡ്സ് എല്ലാം ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസ്ക് അസസ്മെന്റ് ആൻഡ് ഹസാർഡ് അനാലിസിസ്. അതായത് പൊട്ടൻഷ്യൽ റിസ്ക്, ഹസാർഡ്സ്, ഫെയിലിയർ മോഡ്സ് അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്. അതായത് ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട്സ് അനാലിസിസ്, അതുപോലെ തന്നെ ഫോൾട്ട് ട്രീ അനാലിസിസ് വരുന്നുണ്ട്, ഹസാർഡ് ആൻഡ് ഓപ്പറബിലിറ്റി സ്റ്റഡീസ്. ഇതൊക്കെ നമുക്ക് പിന്നെ റിസ്കുകൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിനും അസസ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെന്റ് ടെക്നിക്സ് ആണ്. ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ റിസ്കിന്റെയും ആക്സെപ്റ്റബിൾ ലെവൽ ഡിഫൈൻ ചെയ്യുന്നതും അതിന്റെ ഓരോന്നിന്റെയും പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതും. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ആ റിസ്കിനെ എല്ലാം അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിഫൈൻ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ്. ഫങ്ഷണൽ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ സിസ്റ്റം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഏത് ഫങ്ഷണൽ റിക്വയർമെന്റ്സിനകത്ത് ലൈക്ക് കോർ ഫങ്ഷണാലിറ്റീസ് എന്താണ്, ഡേറ്റ പ്രോസസ്സിങ്, കൺട്രോൾ മെക്കാനിസംസ്, അതൊക്കെയാണ് ഫങ്ഷണൽ റിക്വയർമെന്റ്സിൽ വരുന്നതെങ്കിൽ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിലയബിലിറ്റി, പെർഫോമൻസ്, സെക്യൂരിറ്റി, സേഫ്റ്റി, അതിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അതൊക്കെ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റെപ്പിൽ സ്പെസിഫൈ ഡിപ്പെൻഡബിലിറ്റി റിക്വയർമെന്റ്സ്. ഡിപ്പെൻഡബിലിറ്റി റിക്വയർമെന്റ്സ് സ്പെസിഫൈ ചെയ്യണം. ഡിപ്പെൻഡബിലിറ്റി റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ സിസ്റ്റത്തിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ എത്രത്തോളം ഡൗൺ ടൈം വരെ ആക്സെപ്റ്റബിൾ ആണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക. അതായത് ഇത്ര ഡൗൺ ടൈം ആക്സെപ്റ്റബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡൗൺ ടൈമിന് ശേഷം ഉറപ്പായിട്ടും ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ. ദെൻ ഫോൾട്ട് ടോളറൻസ് വരുന്നുണ്ട്. ഫോൾട്ട് ടോളറൻസ് നമുക്കറിയാം, അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡൻഡൻസി ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എറർ ഡിറ്റക്ഷൻ, അതുപോലെ റിക്കവറി മെക്കാനിസംസ്, അതൊക്കെ അതാണ് ഫോൾട്ട് ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മെയിൻറ്റെയിനബിലിറ്റി. ഇതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ടൂൾസ്, ഡോക്യുമെന്റേഷൻ, പ്രൊസീജിയേഴ്സ് ഫോർ മെയിൻ്റനൻസ്, അതൊക്കെയാണ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ സേഫ്റ്റി മെക്കാനിസംസ് ഡിസ്ക്രൈബ് ചെയ്യണം, ലൈക്ക് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, എമർജൻസി ഷട്ട് ഡൗൺ പ്രൊസീജിയേഴ്സ്, ഐസൊലേഷൻ മെത്തേഡ്സ്, അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യണം. അതൊക്കെയാണ് ഡിപ്പെൻഡബിലിറ്റി റിക്വയർമെന്റ്സിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെഗുലേറ്ററി ആൻഡ് കംപ്ലയൻസ് സ്പെസിഫിക്കേഷൻസ്. അതായത് റെലവെന്റ് ആയിട്ടുള്ള റെഗുലേഷൻസ്, സ്റ്റാൻഡേർഡ്, സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യണം. സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ സിസ്റ്റം ഏത് ഇൻഡസ്ട്രിയിൽ പെടുന്നതാണെങ്കിൽ അതിന് വേണ്ട സർട്ടിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ ഓട്ടോമോട്ടീവ് സിസ്റ്റംസ് ആണെങ്കിൽ ISO 26262 ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ ആയിരിക്കും വേണ്ടി വരിക. ദെൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി സിസ്റ്റംസ് ആണെങ്കിൽ IEC 61508 ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇനി ഹെൽത്ത് കെയർ ഡേറ്റ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ HIPAA ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ. എല്ലായ്പ്പോഴും ഈ സ്റ്റാൻഡേർഡ്സ് എന്നല്ല, ദീസ് ആർ കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ്. ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ഡിസൈൻ ഈ പറയുന്ന കംപ്ലയൻസ് റിക്വയർമെന്റ്സിനെ ഒക്കെ മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡലിംഗ് ആൻഡ് സിമുലേഷൻ. വേരിയസ് കണ്ടീഷൻസിൽ സിസ്റ്റം എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കുക, സിസ്റ്റത്തിന്റെ ബിഹേവിയർ വാലിഡേറ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള മോഡൽസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് യൂസ് ചെയ്യാം, ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ് യൂസ് ചെയ്യാം, സീക്വൻസ് ഡയഗ്രാംസ് യൂസ് ചെയ്യാം, ഫോൾട്ട് ട്രീ ഡയഗ്രാംസ് യൂസ് ചെയ്യാം. ഓക്കെ. ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് we develop safety and security specifications. ഇതിൽ നമുക്ക് സേഫ്റ്റി സ്പെസിഫിക്കേഷൻസ്, സെക്യൂരിറ്റി സ്പെസിഫിക്കേഷൻസ്, റെസിലിയൻസ് സ്പെസിഫിക്കേഷൻസ് ഇതൊക്കെ ഡിഫൈൻ ചെയ്യാം, ഡോക്യുമെന്റ് ചെയ്യാം. ഓക്കെ. ആക്സിഡന്റലി ഒക്കർ ചെയ്യുന്ന ഹാമിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ
അതാണ് സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൊട്ടക്ഷൻ ഫ്രം ആക്സിഡന്റൽ ഹാം, അതാണ് സേഫ്റ്റി. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇന്റൻഷണൽ ത്രെഡ്സ് ഓർ ഹാം. ദെൻ റെസിലിയൻസ് സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ എബിലിറ്റി ടു അഡാപ്റ്റ് ആൻഡ് റിക്കവർ ഫ്രം ഡിസ്ട്രപ്ഷൻസ്. ഓക്കെ, അപ്പൊ ഈ സേഫ്റ്റി സ്പെസിഫിക്കേഷനകത്ത് നമ്മൾ റിസ്ക് മിറ്റിഗേഷൻ മെത്തേഡ്സ്, ഫെയിൽ സേഫ് മെക്കാനിസംസ്, റിഡൻഡൻസി ആൻഡ് ഐസൊലേഷൻ ഓഫ് ക്രിട്ടിക്കൽ കോമ്പണൻസ് അതൊക്കെ ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ സെക്യൂരിറ്റി സ്പെസിഫിക്കേഷൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, അതായത് അൺഓതറൈസ്ഡ് ആക്സസ്, ഡേറ്റ ബ്രീച്ചസ്, സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ്, അതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കാം. റെസിലിയൻസ് സ്പെസിഫിക്കേഷനകത്ത് നമ്മൾ എങ്ങനെയായിരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് കണ്ടീഷൻ ലൈക്ക് ഓവർലോഡ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫംഗ്ഷനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു ഫെയിലിയർ ഉണ്ടായാൽ അത് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്, അത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് കണ്ടീഷൻസിനെ സിസ്റ്റം എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിഫൈൻ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ പ്രൊസീജിയേഴ്സ്. എങ്ങനെയായിരിക്കണം ടെസ്റ്റിംഗ് പ്രൊസീജിയർ, ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ, ക്വാളിറ്റി അഷുറൻസ് മെഷേഴ്സ്, അതൊക്കെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് റിക്വയർമെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കംപ്ലയൻസ് ഒത്തുപോകുന്നുണ്ട് എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് യൂണിറ്റ് ടെസ്റ്റിംഗ് ആവാം, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ആവാം, ഫോർമൽ വെരിഫിക്കേഷൻ ആവാം. ഓക്കെ, ഇതാണ് ബേസിക്കലി the steps in specifying critical systems. Let's discuss about the techniques for specifying critical systems. അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഈ ഒരു ക്രിട്ടിക്കൽ സിസ്റ്റംസ് സ്പെസിഫൈ ചെയ്യുന്നതിന് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു. ഇനി അതിന് വേണ്ടിയിട്ട് ഈ ക്രിട്ടിക്കൽ സിസ്റ്റംസ് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഫോർമൽ മെത്തേഡ്സ് ഉണ്ട്. ഫോർമൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പെസിഫൈ ആൻഡ് വെരിഫൈ സിസ്റ്റം പ്രോപ്പർട്ടീസ് റിഗറസ്ലി. കറക്റ്റ്നെസ്സിനുള്ള ഒരു മാത്തമാറ്റിക്കൽ അഷ്വറൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ആക്ച്വലി ഈ ഒരു മാത്തമാറ്റിക്കൽ അഷ്വറൻസ് കൊടുക്കുന്ന മെയിൻ ആയിട്ട് സേഫ്റ്റി ക്രിട്ടിക്കൽ അല്ലെങ്കിൽ മിഷൻ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസിനായിരിക്കും. ഓക്കെ, നൗ സെക്കൻഡ് വൺ, ഫോൾട്ട് ട്രീ അനാലിസിസ് ഓർ FTA. ഫോൾട്ട് ട്രീ അനാലിസിസ് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫെയിലിയർ പാർട്സ് അതിനെ മാപ്പ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓരോ ക്രിട്ടിക്കൽ കോമ്പണന്റും അതുപോലെ തന്നെ പോയിന്റ്സ് ഓഫ് ഫെയിലിയറും ഐഡന്റിഫൈ ചെയ്യുക. അതുവഴി നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റിയും അതിന്റെ ഇമ്പാക്റ്റും, സിസ്റ്റത്തിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ആ ഫെയിലിയേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട്സ് അനാലിസിസ് ഓർ FMEA. ഓരോ കോമ്പണന്റിന്റെയും പൊട്ടൻഷ്യൽ ഫെയിലിയർ മോഡ്സ് അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ ഫെയിലിയർ മോഡ്സിന്റെ എഫക്ട്സ് എങ്ങനെയായിരിക്കും അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ അത് മിറ്റിഗേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ FMEA യൂസ് ചെയ്യുന്നത്. ഇതൊരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ്. എന്താണ് ചെയ്യുന്നത്, പോസിബിൾ പോയിന്റ്സ് ഓഫ് ഫെയിലിയർ ഐഡന്റിഫൈ ചെയ്യുന്നു, അഡ്രസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സേഫ്റ്റി കേസസ് ആൻഡ് ഹസാർഡ് ലോഗ്സ്. സേഫ്റ്റി കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാല് സിസ്റ്റം അതിന്റെ എല്ലാ സേഫ്റ്റി റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇറ്റ് ഈസ് ആക്സെപ്റ്റബിളി സേഫ് എന്നുള്ളതും കാണിക്കുന്ന ആർഗ്യുമെന്റ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാം. ഹസാർഡ് ലോഗ് എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഹസാർഡ്സും അതിന്റെ പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റും അത് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ ആക്ഷൻസ് എടുത്തു എന്നുള്ളതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു വെക്കും. അതാണ് ഹസാർഡ് ലോഗ്. ദെൻ നെക്സ്റ്റ് ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് റിഡൻഡൻസി ആൻഡ് ഡൈവേഴ്സിറ്റി ഡിസൈൻ. റിഡൻഡൻസി നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് നമ്മൾ ക്രിട്ടിക്കൽ കോമ്പണൻസിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് റിഡൻഡൻസിക്കകത്ത്. ഡൈവേഴ്സിറ്റി ആണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സെയിം ഫംഗ്ഷൻ, ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റി അച്ചീവ് ചെയ്യാം, അതാണ് ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി അനാലിസിസ് ആണ്. ഇതിനകത്ത് സിസ്റ്റം കോമ്പണൻസ് തമ്മിലുള്ള ഡിപ്പെൻഡൻസീസ് ഐഡന്റിഫൈ ചെയ്യാണ്, പ്രത്യേകിച്ചും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിസ്റ്റം കോമ്പണൻസിനിടയിലുള്ള ഡിപ്പെൻഡൻസീസ്. ഇതൊക്കെയാണ് ക്രിട്ടിക്കൽ സിസ്റ്റംസ് സ്പെസിഫൈ ചെയ്യുന്നതിനുള്ള ഡിഫറെന്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. എങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ സിസ്റ്റം ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് ഫേസസ് ആണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ്. അതായത് റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു, എന്തെങ്കിലും ഡിപ്പെൻഡബിലിറ്റി ഗോൾസ് ഉണ്ടെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അതൊക്കെയാണ് റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗിൽ ചെയ്യുന്നത്. ദെൻ
സെക്കൻഡ് ഫേസ് റിസ്ക് ആൻഡ് ഹസാർഡ് അനാലിസിസ്. വേറൊന്നുമല്ല, റിസ്ക് അസസ്മെന്റ് പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും റിസ്ക് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള റിസ്ക് അത് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം. അതൊക്കെ ഈ റിസ്ക് ആൻഡ് ഹസാർഡ് അനാലിസിസിനകത്താണ് നടക്കുന്നത്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സിസ്റ്റം ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. നേരത്തെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾസ് പഠിക്കുമ്പോൾ അതിനകത്ത് ആദ്യം റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു. ദെൻ റിസ്ക് ആൻഡ് ഹസാർഡ് അനാലിസിസ് അത് ക്രിട്ടിക്കൽ സിസ്റ്റംസിനെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് സെക്കൻഡ് ഫേസിൽ ചെയ്യുന്നത്. ദെൻ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ഡിസൈനിങ് ആണ് യൂഷ്വലി നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്താണെങ്കിലും നമ്മൾ പറയാറുള്ളത്. ഒരു സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസൈൻ തന്നെയാണ്. ദെൻ ഇതിനകത്ത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട വേറൊരു ഫേസ് മോഡലിംഗ് ആൻഡ് സിമുലേഷൻ. സിസ്റ്റം ബിഹേവിയേഴ്സ് സിമുലേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഡിഫറെന്റ് മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇംപ്ലിമെന്റേഷൻ. അതിൽ നമ്മൾ ആസ് യൂഷ്വൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സും ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്ത് എറർ ഹാൻഡ്ലിംഗ് മെക്കാനിസംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് റിസോഴ്സ് കൺസ്ട്രെയിൻസിനൊക്കെ അനുസരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ചെയ്യും. നെക്സ്റ്റ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. യൂഷ്വലി നമ്മൾ അത് തന്നെയാണ് ചെയ്യാറുള്ളത്. അതിനകത്ത് യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, ഫോർമൽ വെരിഫിക്കേഷൻ അതൊക്കെ ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഫോൾട്ട് ടോളറൻസ് ആൻഡ് റിഡൻഡൻസി. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റം കുറച്ച് റിഡൻഡൻസി ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഡേറ്റ ലെവൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ ഫോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള ആർക്കിടെക്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഫേസ് കംപ്ലയൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ. റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സും അതുപോലെ സർട്ടിഫിക്കേഷൻ റിക്വയർമെന്റ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? കംപ്ലയൻസ് സ്റ്റെപ്സ് ഡോക്യുമെന്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിപ്ലോയ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിപ്ലോയ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഫേസിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡിപ്ലോയ്മെന്റ് സമയത്തുള്ള റിസ്ക് മിറ്റിഗേഷൻ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ. അതുപോലെ റെഗുലർ അപ്ഡേറ്റ്സും സെക്യൂരിറ്റി പാച്ചസും ഒക്കെ വേണ്ടിവരും. ഇൻസിഡൻസ് റെസ്പോൺസ് വേണ്ടിവരും. കാരണം ഇതൊരു ക്രിട്ടിക്കൽ സിസ്റ്റം ഡെവലപ്മെന്റ് ആണ്. അതിന്റെ ഫേസസ് ആണ് ഇതിൽ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രിട്ടിക്കൽ സിസ്റ്റംസ് സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ടോപ്പിക് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മെറ്റീരിയലിനകത്ത് വായിച്ചു നോക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Signing off, your study partner Click. Stay focused on what really matters to you.